നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ മതസൗഹാർദ്ദം തകർക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് മുനമ്പത്തെ വിഷയം കത്തിച്ചു നിർത്തിയതാരാ? അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനല്ല. ആർക്കു വേണ്ടി അത് കത്തിച്ചു നിർത്തിയത്? കേരളത്തിലെ മുസ്ലിം സാമുദായിക സംഘടനകളൊക്കെ ഒറ്റക്കെട്ടായി പറഞ്ഞല്ലോ ആ പ്രശ്നം പരിഹരിക്കപ്പെടണം. UDF പറഞ്ഞല്ലോ ആ പ്രശ്നം പരിഹരിക്കപ്പെടണം. പക്ഷേ അത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ വലിച്ചു നീട്ടി മതധ്രുവീകരണം ഉണ്ടാക്കാൻ തക്കവണ്ണം BJPയുടെ കയ്യിലേക്ക് ആയുധമായി എറിഞ്ഞു കൊടുത്തത് പിണറായി വിജയനല്ലേ? മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി നിലപാട് സ്വീകരിക്കുന്നത്? മറുവശത്ത് മുഖ്യമന്ത്രിയുടെ പേരിൽ വരുന്ന എല്ലാ ആക്ഷേപങ്ങളെയും, മുഖ്യമന്ത്രിയുടെ പേരിൽ ഉയർന്നു വരുന്ന എല്ലാ അഴിമതികളെയും, മുഖ്യമന്ത്രിയുടെ പേരിൽ ഉയർന്നു വരുന്ന എല്ലാ കേസുകളും തേച്ചുമാച്ചു കളയാൻ BJPയുടെ നേതൃത്വം ഒത്താശ ചെയ്യുന്നു. ഞങ്ങൾ ചാനൽ ചർച്ചയ്ക്ക് പോകുന്ന സമയത്ത് കോൺഗ്രസിന്റെ അബിൻ വർക്കിയോ ജ്യോതികുമാർ ചാമക്കാലയോ അതല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലോ ഒക്കെ എതിരാളികളായി വരുമ്പോൾ അവർ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് മറുപടി പറയാനില്ലാത്തൊരു ചോദ്യം ഉണ്ടായിരുന്നു. SNC ലാവലിൻ കേസ് എന്തേ 34 തവണ മാറ്റിവെച്ചു? ആ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ഈ പഞ്ചായത്തുകാരനല്ല എന്ന രീതിയിൽ ഞങ്ങൾ ഇരിക്കണം, ഞങ്ങൾ ഈ നാട്ടുകാരെയല്ല എന്ന രീതിയിൽ ഞങ്ങൾ മറുപടി പറയാതിരിക്കണം. മറ്റെന്തെങ്കിലും വിഷയത്തിലേക്ക് ചർച്ചയെ വഴിതിരിച്ചുവിടണം. കാരണം മറുപടി വേണ്ടേ? ഈ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി കേസ് സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന SNC ലാവലിൻ കേസ് 34 തവണയാ മാറ്റിവെച്ചു. 34 തവണ കേന്ദ്ര സർക്കാരിന്റെ വക്കീൽ പോകുന്നില്ല. എന്തേ പോകാത്തത്? ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ? മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ നടക്കുന്ന അന്വേഷണം, ആ അന്വേഷണം ഏതുവരെയായി? എന്തേ മുഖ്യമന്ത്രി മകളെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത്? സ്വർണ്ണക്കടത്ത് കേസ് എവിടെയായി? കരിവന്നൂർ ബാങ്ക് കേസ് എവിടെയായി? CPMന്റെ നേതാക്കന്മാർ ചെയ്യുന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതികൾ സംബന്ധിച്ച കേസുകളൊക്കെ തേച്ചു മാച്ചു കളയാൻ ആരാ സഹായം കൊടുക്കുന്നത്? ആ സഹായം കൊടുക്കുന്നത് CPM. എന്തിനു വേണ്ടിയാ? തിരികെ കൊടകരയിലെ കേസ് പുറത്തു വരാൻ പാടില്ല, വയനാട്ടിലെ കേസ് പുറത്തു വരാൻ പാടില്ല, മഞ്ചേശ്വരത്തെ കേസ് പുറത്തു വരാൻ പാടില്ല. അതുകൊണ്ടാ പറയുന്നത് പിണറായി വിജയനും സുരേന്ദ്രനും ഒരു അമ്മ പെറ്റ അളിയന്മാരെ പോലെ പരസ്പരം പുറം ചൊറിഞ്ഞു കൊടുത്തുകൊണ്ട് സഹായിക്കുന്ന രാഷ്ട്രീയമാണ് ഈ കേരളം നടക്കുന്നത്. ഞാൻ കരുതുന്നത് ഇവര് തമ്മിൽ മാത്രമുള്ള അഡ്ജസ്റ്റ്മെന്റാണ്. പക്ഷെ ഇന്നത്തെ വാർത്ത കണ്ടോ? ഇന്നും ഇന്നലെയായി വരുന്ന വാർത്ത എന്താ? നമ്മുടെ ഗൗതം അദാനിക്കെതിരെ അമേരിക്കയിൽ അറസ്റ്റ് വാറണ്ട് വന്നിരിക്കുന്നു. ആരാ അദാനി? ഗുജറാത്തിൽ നിന്നുള്ള കോർപ്പറേറ്റ് വ്യവസായി. നിങ്ങൾ ആലോചിച്ച ഒരു 10-11 കൊല്ലം ഈ അദാനി എന്നുള്ള പേര് ഇവിടെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇന്ന് ഇന്ത്യയിലെ വ്യവസായ സംരംഭങ്ങളിൽ, ഇന്ത്യയിലെ എയർപോർട്ടുകളിൽ, ഇന്ത്യയിലെ തുറമുഖങ്ങളിൽ, ഇന്ത്യയിലെ റോഡുകളിൽ, ഇന്ത്യയുടെ അടിസ്ഥാന വികസനത്തിൽ, ഇന്ത്യയുടെ കൽക്കരി ഖനികളിൽ, ഇന്ത്യയുടെ സൗരോർജ്ജ ഫാക്ടറി, സൗരോർജ്ജ നിർമ്മാണ പ്ലാന്റുകളിലൊക്കെ ഏറ്റവും അധികം കൈകാര്യം ചെയ്യുന്ന സ്ഥാപനമായി 10 വർഷത്തിനുള്ളിൽ ഗുജറാത്തിൽ നിന്നുള്ള ഒരു അദാനി വളർന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആരുടെ സഹായം കൊണ്ടാ വളരുന്നത്?